So, okay. Good evening, all. സോ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഗോൾഡിൻ്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. വളരെ വൈഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് മന്ത്ലി ചാർട്ട് നോക്കാം. കാര്യം പുതിയൊരു മന്തിലാണ് നമ്മളുള്ളത്. ഗോൾഡ് മന്ത്ലി ചാർട്ടാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾക്ക് 316 ഡ്രോയിങ് ഉണ്ട്. അത് നമ്മൾ പല കീ ലെവലുകൾ മാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും അതിപ്പോൾ റിമൂവ് ചെയ്യാം, പിന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, ഇതാണ് ഗോൾഡ് മന്ത്ലി ചാർട്ടിൻ്റെ കണ്ടീഷൻ ഇതാണ്. എനിക്ക് തോന്നുന്ന ഒരു ഓവർസോൾഡ് കണ്ടീഷൻ, ആ ഓവർസോൾഡ് കണ്ടീഷനിൽ നിന്നുള്ള ഒരു റീട്രേസ്മെൻറ്റ് അപ്പാണ്. നോക്കാം. RSI ലെവൽ നോക്കുമ്പം കൃത്യമായിട്ട് കറക്റ്റാണ് ഞാൻ പറഞ്ഞത്. RSI ലെവൽ നോക്ക്, ഓവർസോൾഡ് കണ്ടീഷനിലായിരുന്നു. സോ ആ ഓവർസോൾഡ് കണ്ടീഷനിൽ നിന്ന് തിരിച്ച് ഒരു റീട്രേസ്മെൻറ്റ് അപ്പിലാണ്. ഗോൾഡ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ലെവലായിരുന്നു. ഈ മാസം മാർക്കറ്റ് ഓപ്പൺ ആയത് 4019 ലെവലിൽ നിന്നാണ്. 4019 നിന്നും ഒറ്റ ആഴ്ചയിൽ ഉണ്ടായ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 4372 ലെവൽ വരെയാണ്. ഓക്കെ, സോ ഗോൾഡിൽ നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് ഉണ്ടായത്. ഈ മന്ത് അത് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളത് കണ്ടറിയണം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അതായത് ഗോൾഡ് ഇതേ മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ മാസം നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്ന് വെച്ചാൽ 3526 ലെവലിലേക്കാണ്. ഓക്കെ, ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ഇത്രയും മാസങ്ങളിൽ ബിയറിഷ് ആയിരുന്നു. ബിയറിഷ് എന്ന് പറഞ്ഞാൽ നല്ല ഓൾ ടൈം ഹൈയിൽ, അതിൻ്റെ ഹിസ്റ്ററിയിലെ ഓൾ ടൈം ഹൈയിൽ പോയതിന് ശേഷം ഉള്ള ഒരു ഫോളായിരുന്നു. ആ ഫോളിന് ശേഷം അത് RSI ലെവൽ ഓവർസോൾഡ് കണ്ടീഷനിൽ എത്തിയതിന് ശേഷം ഇപ്പോഴൊന്ന് റീട്രേസ്മെൻറ്റ് അപ്പായിരിക്കുകയാണ്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ലെവലിലാണ് ഇപ്പോഴുള്ളത് ഗോൾഡ്. ഈ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ ഇത് മുകളിലോട്ട് തന്നെ പോകും. മുകളിലോട്ട് പോയാൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ വരുന്നത് 4500 ലെവലിലാണ്. ഓക്കെ, 4500 ലെവൽ. സോ നമ്മൾ എവറി ഡേ മോർണിംഗിൽ നമ്മൾ മാർക്കറ്റ് അനാലിസിസ് ചെയ്യാറുണ്ട്. ഇത് വീക്ക്ലി അനാലിസിസ് ആണ്, ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ടിൻ്റെ RSI ലെവൽ കണ്ടോ, ഓവർസോൾഡ് കണ്ടീഷനിൽ ജസ്റ്റ് ഒന്ന് റിട്രേസ് ചെയ്തേ ഉള്ളൂ. അപ്പോഴും കയറിയ കയറ്റം എത്രയാണ്. ഈ മൂവ്മെൻറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ, അതായത് ഈ ബുള്ളിഷ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് ഏത് ലെവലിൽ പോകും? അത് ഓൾ ടൈം ഹൈ എല്ലാം ബ്രേക്ക് ചെയ്ത് പോകും. അങ്ങനെ പോകും. കാര്യം മുകളിലോട്ടുള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ബൈ ഏരിയ ആണ് ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ.
അതിൻ്റെ സപ്ലൈ ലെവൽ മാർക്ക് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് സപ്ലൈ ലെവൽ വരുന്നത് 4834 ലെവലിലാണ്. 4834 ലെവലിലാണ് സപ്ലൈ ലെവൽ വരുന്നത്. ബട്ട് അതിന് മുന്നേ റെസിസ്റ്റൻസ് ലെവലുകളുണ്ട്. ഇപ്പോഴും ഒരു റെസിസ്റ്റൻസ് ലെവലിലാണത്. റെസിസ്റ്റൻസ് ലെവൽ ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് അവിടുന്ന് റിജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ബുള്ളിഷ് മൂവ്മെന്റ്, അതായത് ഈ ഒരാഴ്ചയിലെ മൂവ്മെന്റ് ആണ് ഗോൾഡിലെ. ഈ മന്ത് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരാഴ്ചയിലെ മൂവ്മെന്റ് ആണ് പറഞ്ഞത്. 4019 ഈ മന്ത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴും നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ 4341 അത് 4360 മുകളിൽ വരെ പോയി, 69-70 ലെവൽ വരെ പോയി. ഓക്കെ, നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 500 ലെവലിലാണ് റെസിസ്റ്റൻസ് ലെവൽ വരുന്നത്. അവിടുന്ന് വീണ്ടും ബുള്ളിഷ് മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 4800 ലെവലിലേക്ക്. അത് ഈ ഒരു മാസത്തിൽ സംഭവിക്കുന്ന അറിയില്ല. അപ്കമിങ് മന്തിൽ ഇതേ ബുള്ളിഷ് മൂവ്മെന്റിൽ തന്നെയാണ്. അതായത് ഗോൾഡിന് ഇപ്പം ജിയോ പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിലും ഗോൾഡിന് അനുകൂലമായ ഒരു സിറ്റുവേഷൻ ആണ്. ഡോളറിന്റെ DXY ലെവലിൽ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഗോൾഡ് മുകളിലോട്ട് കയറും. ഓയിൽ പ്രൈസും ഫോളോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു റീട്രേസ്മെന്റ് അപ്പ് മാത്രമാണെങ്കിൽ എഗെയിൻ എന്ത് ചെയ്യും, പിന്നെയും ഫോളോ വരും. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. ഗോൾഡ് പ്രീവിയസ് മന്തിൽ ഒരു അപ്പർ വിക്ക് ഇട്ടിരുന്നു കറക്റ്റായിട്ട്, കണ്ടോ? ഒരു അപ്പർ വിക്ക് ഇട്ടിട്ടാണ് അത് ഈ മൂവ്മെന്റ് എടുത്തിരിക്കുന്നത്. ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് ഇനി വരുന്ന മാസങ്ങളിൽ വീണ്ടും ഫോള് വരികയാണെങ്കിൽ, അതായത് വീണ്ടും ബിയറിഷ് മൂവ്മെന്റ് വരികയാണെങ്കിൽ ഇറ്റ് വിൽ ഫോൾ ബിലോ അപ് ടു 3296 ആ ഒരു ലെവൽ, നെക്സ്റ്റ് ഡിമാൻഡ് ലെവൽ. ഓക്കെ, ഇതാണ് മന്ത്ലി ചാർട്ടിലെ കണ്ടീഷൻ. വീക്ക്ലി ചാർട്ട് നമുക്ക് നോക്കാം. വീക്ക്ലി ചാർട്ട് നോക്കുമ്പോൾ വീക്ക്ലി ചാർട്ട് ക്ലിയർ എവിഡൻസോട് കൂടിയുള്ള മൂവ്മെന്റ് തന്നെയായിരുന്നു. അതായത് ജൂലൈയിലെ സെക്കൻഡ് ലാസ്റ്റ് വീക്കിൽ മാർക്കറ്റ് ക്ലിയർ ആയിട്ട് ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, ഈ ക്യാൻഡിൽ ഇൻവെർട്ടർ ഹാമർ ആണ്. ഇൻവെർട്ടർ ഹാമർ മീൻസ് ഈ ഒരു അപ്പർ വിക്ക് എന്തായാലും അത് ബ്രേക്ക് ചെയ്യുമെന്ന് ക്ലിയർ ആയിട്ട് ഇൻഡിക്കേഷൻ തന്നു. അത് ഓഗസ്റ്റിലെ ഫസ്റ്റ് വീക്കിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ക്ലിയർ ബൈയിങ് എവിഡൻസ്. ദാറ്റ് മീൻസ് അപ്കമിങ് വീക്കിൽ ഗോൾഡ് നെക്സ്റ്റ് വീക്കിൽ ഫോള് വന്നാലും ഇറ്റ് വിൽ ബാക്ക് അഗെയിൻ 4370. ഓക്കെ, ലെവലിലേക്ക് പിന്നെയും അത് കയറിയിരിക്കും. അതല്ല നെക്സ്റ്റ് വീക്കിലും ബുള്ളിഷ് മൂവ്മെന്റ് ആണെങ്കിൽ ഇവിടെ ചെറിയൊരു ട്രേഡ് സെറ്റപ്പ് സുഖമായിട്ട് എടുക്കാം. ഇപ്പൊ നിൽക്കുന്ന ലെവലിൽ നിന്ന് 4370 ബ്രേക്ക് ചെയ്തിരിക്കും. 4370 ബ്രേക്ക് ചെയ്തിരിക്കും. ക്ലിയർ ഇൻഡിക്കേഷൻ ആണ്. ഓക്കെ, ബേസ്ഡ് ഓൺ വീക്ക്ലി ചാർട്ട് ഞാൻ ഷോ ചെയ്യാം. ബേസ്ഡ് ഓൺ വീക്ക്ലി ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ ക്ലിയർ ബുള്ളിഷ് എവിഡൻസ് അത് ഇട്ടിട്ടുണ്ട് മാർക്കറ്റ്. ഓക്കെ, അതായത് ലാസ്റ്റ് വീക്ക് ക്ലിയർ ബുള്ളിഷ് എവിഡൻസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത്, അതായത് നെക്സ്റ്റ് വീക്കിൽ സപ്പോസ് എന്തെങ്കിലും ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വന്നു, നാളെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് വരുന്നു,
വാർ റിലേറ്റഡ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഗോൾഡ് ഫോൾ ചെയ്തെന്നിരിക്കട്ടെ, ഫോൾ ചെയ്താലും അതിൽ അടുത്ത ഒരു ബുള്ളിഷ് മൂവ്മെന്റ് വന്നാൽ, അതായത് അടുത്ത ആഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ അതിന് അടുത്ത ആഴ്ചയ്ക്ക് ശേഷം വന്നാലും, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസിയാണ്. അടുത്ത ആഴ്ച ഒരു ഫോൾ വന്നതിന് ശേഷം അതിന് അടുത്ത ആഴ്ച എന്താണ് ബുള്ളിഷ് മൂവ്മെന്റ് തുടങ്ങുവാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് വീക്ക്ലി ചാർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് ഇവിടെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. ഓക്കെ, അറ്റ് പ്രസന്റ് നിലവിലെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ വീണ്ടും 4370 ബ്രേക്ക് ചെയ്ത് പോകാനാണ് ചാൻസ്. ടെക്നിക്കലി നോക്കുമ്പോൾ ഗോൾഡ് നെക്സ്റ്റ് അതിൻ്റെ ഒരു റെസിസ്റ്റൻസ്, നല്ല സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവൽ വരുന്നത് 4500 ലെവലിലാണ്. ഓക്കെ, 4500 ലെവൽ സപ്ലൈ ലെവലും. നെക്സ്റ്റ് സപ്ലൈ ലെവൽ എന്ന് വെച്ചാൽ ഈ ഒരു ലെവലിലാണ് സപ്ലൈ ലെവൽ വരുന്നത്, 4500 ലെവലിലാണ്. ഓക്കെ, സോ അതുകൊണ്ട് നെക്സ്റ്റ് വീക്കിലും ഇതേ ബുള്ളിഷ് മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ECPC ബൈ എടുക്കുക, 4500 സെറ്റ് ചെയ്യുക. ഈസിയാണ് മൂവ്മെന്റ്. ഓക്കെ, വീക്ക്ലി ചാർട്ട് നമുക്കൊരു പാറ്റേൺ ബേസ് നോക്കുകയാണെങ്കിൽ, ഇത് ഞാൻ കഴിഞ്ഞ നമ്മുടെ വീക്ക്ലി അനാലിസിസിലും പറഞ്ഞതാണ്. ഇതിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ മൂവ്മെന്റ് ആണ്. ഇത് കണ്ട, ഇങ്ങനെ വന്നു, ഇനി വീണ്ടും ഇങ്ങനെ കയറി ഒരു ഫോൾ, അതാണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ബട്ട് നമുക്ക് എന്തായാലും വീക്ക്ലി ചാർട്ടിൽ ക്ലിയർ ആയിട്ട് ഒരു ബുള്ളിഷ് എവിഡൻസ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ക്യാൻഡിൽ, പ്രീവിയസ് ക്യാൻഡിൽ. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഷുവർ ആയിട്ടും ഇത് 4374 ബ്രേക്ക് ചെയ്യും. 4374 ബ്രേക്ക് ചെയ്യും. വീക്ക്ലി ചാർട്ടിന്റെ സപ്ലൈ ലെവലാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അടുത്ത റെസിസ്റ്റൻസ് ലെവൽ അവിടേക്കാണ് വരുന്നത്, 4500 ലെവലിൽ. 4500 ലെവൽ. ഓക്കെ, ഗോൾഡ് നല്ല മൂവ്മെന്റ് ആയിരുന്നു. കണ്ടോ, ഈ പ്രീവിയസ് ക്യാൻഡിൽ ഉണ്ടല്ലോ, ജൂലൈയിലെ സെക്കൻഡ് ലാസ്റ്റ് വീക്കിൽ ക്ലിയർ ആയിട്ട് ഇൻഡിക്കേഷൻ തന്നു മാർക്കറ്റ്. ഈ ഇൻവെർട്ടർ ഹാമർ ഇട്ടത് വഴി ക്ലിയർ ഇൻഡിക്കേഷൻ തന്നു. ഇൻവെർട്ടർ ഹാമർ വന്നു കഴിഞ്ഞാൽ, ഇൻവെർട്ടർ ഹാമർ വെച്ച് നമ്മൾ ട്രേഡ് എടുക്കുന്ന സെറ്റപ്പ് നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇൻവെർട്ടർ ഹാമർ വെച്ച് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഈ ഇൻവെർട്ടർ ഹാമർ കണ്ടോ, ഇൻവെർട്ടർ ഹാമർ വന്നപ്പോൾ നമുക്ക് ഉറപ്പിക്കാം എന്തായാലും അത് 4165 ബ്രേക്ക് ചെയ്ത് പോകുന്നു. അത് തന്നെയാണ് സംഭവിച്ചത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടൊരു എവിഡൻസ് ഉണ്ട്. ഈ എവിഡൻസിനെ ബേസ് ചെയ്തുകൊണ്ട് 4372 ഈ ലെവൽ ബ്രേക്ക് ചെയ്യും. ഓക്കെ, വീക്ക്ലി ചാർട്ടിന്റെ RSI ലെവലൊക്കെ നോക്കുമ്പോൾ നല്ല മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. അതായത് ഒരു ഓവർസോൾഡ് കണ്ടീഷനിലായിരുന്നു, അതിനുശേഷം ഒരു റീട്രേസ്മെന്റ് അപ്പിന് ശേഷം കറക്റ്റ് ആയിട്ട് അത് ബൈ ഏരിയയിലേക്ക് മൂവ് ചെയ്യുകയാണ്. എബവ് 40 ലെവലൊക്കെ വന്നു കഴിഞ്ഞാൽ ഷുവർ ആക്കാൻ നമുക്ക് ബൈ ഏരിയയിലേക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്യുകയാണെന്നുള്ളത്. ഓക്കെ, നമ്മുടെ ഡെയിലി അനാലിസിസിൽ നമ്മൾ കറക്റ്റായിട്ട് മാർക്കിങ്ങുകൾ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓക്കെ, സോ ഇതാണ് വീക്ക്ലി ചാർട്ട് നമുക്ക് അനാലിസിസ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഡെയിലി നോക്കാം. ഡെയിലി ക്യാൻഡിൽ വെച്ചായിരുന്നു നമ്മൾ ടാർഗറ്റുകൾ ഫിക്സ് ചെയ്തിരുന്നത്. മോർണിംഗ് നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ ഡെയിലി ക്യാൻഡിൽ വെച്ചിട്ടായിരുന്നു. കണ്ടോ, ക്ലിയർ ആയിട്ട് നമുക്ക് ഐഡിയ ക്ലിയർ ആയിട്ട് തന്നെ തന്നിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, ഈ ഒരു ക്യാൻഡിൽ നോ സപ്ലൈ ക്യാൻഡിൽ. നെക്സ്റ്റ് സപ്ലൈ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ടാർഗറ്റുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, വീക്ക്ലി ചാർട്ടിൽ എവിഡൻസ് നമുക്ക് നോക്കാൻ, ബുള്ളിഷ് എവിഡൻസ് ക്യാൻഡിലുകളൊന്നുമില്ല. ഓക്കെ, ബട്ട് ഈ ഒരു ക്യാൻഡിൽ നോ സപ്ലൈ ക്യാൻഡിലാണ്. അതുകൊണ്ട് നെക്സ്റ്റ് അടുത്ത സപ്ലൈ ലെവലിലേക്ക് അത്
കയറുന്നു. ഇപ്പോൾ ഒരു സപ്ലൈ ലെവൽ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഈ സപ്ലൈ ലെവൽ ബ്രേക്ക് ചെയ്തു. ഇനി ഡെയിലി ക്യാൻഡിൽ ബേസ് ചെയ്തിട്ട് നെക്സ്റ്റ് സപ്ലൈ ലെവൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ്. കണ്ടോ, 4420 ലെവൽ, 4420 ലെവൽ. 4380 വരെയുള്ള മൂവ്മെന്റ് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു മൂവ്മെന്റ് തന്നെയായിരുന്നു. കണ്ടോ, ഈ ഒരു ലെവല് മാർക്കറ്റ് ലാസ്റ്റ് വീക്ക് ക്ലോസ് ആയത് 4341 ഇതേ മൂവ്മെന്റ് തന്നെ കണ്ടിന്യൂ ആണെങ്കിൽ ഷുവറായിട്ടും ബേസ്ഡ് ഓൺ ഡെയിലി ക്യാൻഡിൽ നോക്കുമ്പോഴും നെക്സ്റ്റ് സപ്ലൈ ലെവലിലേക്ക് ഷുവറായിട്ടും കയറും. ഓക്കെ, 4420 ലെവലിലോട്ട്. RSI ലെവലൊന്ന് നോക്കാം. ഡെയിലി ക്യാൻഡിൽ RSI ആണ് പറയാം. RSI ഒന്ന് ഓവർസോൾഡ് കണ്ടീഷനിലാണ്, ഒരു 100ലാണ്. കണ്ടോ, 99 കുറച്ചും കൂടി മുകളിലോട്ട് കയറും. ഈ 100ൽ എത്തിക്കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു റിജക്ഷൻ വരും. ഒന്ന് റിജക്റ്റ് ആവും, റിജക്റ്റ് ആയിട്ട് പിന്നെയും മുകളിലോട്ട് കയറും. അതാണ് സംഭവിക്കുക. ഓക്കെ, ഗോൾഡിന്റെ സപ്പോർട്ട് ലെവലും കൂടി മാർക്ക് ചെയ്യാം. ഗോൾഡ് ഇനി ഇൻ കേസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് എടുക്കാൻ ഉള്ള ചാൻസ് സപ്പോർട്ട് ലെവൽ ഈ ഒരു ലെവലിലായിരിക്കും. 4220, 204, 205 ഈ ഒരു ലെവലിലായിരിക്കും. ഓക്കെ, ഗോൾഡ് ബേസ്ഡ് ഓൺ ഡെയിലി ക്യാൻഡിൽ ഒരു ക്ലിയർ ബൈയിങ് എവിഡൻസ് ഇവിടെ കിടപ്പുണ്ട്. അല്ല, ബട്ട് അത് ക്ലിയർ ചെയ്തതാണ്, ഓൾറെഡി ക്ലിയർ ആണ്. ഈ ഷൂട്ടിംഗ് സ്റ്റാറിൽ ക്ലിയർ ചെയ്ത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇത് എവിടെ നിന്ന് ക്ലിയർ ചെയ്തിട്ട് പോയതാണ്. ഇതൊരു ബൈയിങ് എവിഡൻസ് ആയിരുന്നു May 25. അത് എന്നാ ക്ലിയർ ചെയ്തതെന്ന് വെച്ചാൽ May 26 ക്ലിയർ ചെയ്തു. അപ്പോൾ പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല. വേറെ റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ ഒന്നുമില്ല, എവറിത്തിങ് റെസ്പെക്റ്റഡ് ആണ്. ഓക്കെ, സോ ഇതാണ് കണ്ടീഷൻ. ഗോൾഡ് ഡെയിലി ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് തരാൻ പറ്റുന്ന ഒരു അനാലിസിസ് ഇതാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് 4 hour ചാർട്ടാണ്. ഈസി ആയിട്ട് 4400 ലെവൽ ബ്രേക്ക് ചെയ്യാനാണ് ചാൻസ് ഗോൾഡ് ഈ മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്തിട്ട്. ഓക്കെ, 4400 ലെവൽ ബ്രേക്ക് ചെയ്യാനാണ് ചാൻസ്. ഇനി നമുക്ക് 4 hourലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം ഒന്ന് ഒഴിവാക്കാം. ഫോർ അവർ ചാർട്ടിലെ കണ്ടീഷൻ ഇതാണ്. 4 hour ചാർട്ട് 4 hourഉം ഓവർസോൾഡ് കണ്ടീഷൻ ഇവിടെ വെച്ച് ഒരു ഓവർസോൾഡ് കണ്ടീഷനിൽ എത്തി ഒന്ന് റിജക്ട് ചെയ്ത് പിന്നെ കയറിയേക്കാണ്. കാണിച്ചു തരാം കൃത്യമായിട്ട്. കണ്ട, ഓവർബ്രോട്ട് കണ്ടീഷനിലെത്തി, ഓവർബ്രോട്ട് കണ്ടീഷൻ 100%-ലെത്തി, അതിനുശേഷം ഒന്ന് ഫോളോ ചെയ്തു, പിന്നെ വീണ്ടും കയറി. ഓക്കെ, ബട്ട് ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ഉണ്ട്. 4 hourൽ നമ്മൾ ഈ ക്യാൻഡിൽ നോക്കുമ്പോഴത്തേക്ക് ബേസ്ഡ് ഓൺ മൈ സ്ട്രാറ്റജി വോളിയം ബേസ് ചെയ്ത് നമ്മൾ നോക്കുമ്പം അൾട്രാ വോളിയം ഹൈ സെൽ ക്യാൻഡിലാണ് ഈ വീണിരിക്കുന്നത്. ഓക്കെ, സോ മാർക്കറ്റ് എൻഡ് ആയിരിക്കുന്നത് ഒരു ബുള്ളിഷ് അപ്പിലാണ് എൻഡ് ആയിരിക്കുന്നത്. ഓക്കെ, ബട്ട് ഈ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഇൻഡിക്കേഷൻ, അതായത് സെൽ വോളിയം നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്, മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിനെ അത് കാണിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അതിലൊരു ഫോള് വരാനുള്ള ചാൻസ് ഉണ്ട് ബേസ്ഡ് ഓൺ 4 hour നമ്മൾ നോക്കുമ്പോൾ. ബട്ട് ഡെയിലി ക്യാൻഡിലോ വീക്ക്ലി ക്യാൻഡിലോ മന്ത്ലി ചാർട്ടോ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് അങ്ങനെ ഒരു എവിഡൻസിലും നമുക്ക് അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. ബട്ട് ഈ 4 hourൽ നമുക്ക് ഈ ഒരു വോളിയം ബേസ് ചെയ്ത് നോക്കുമ്പോൾ അൾട്രാ വോളിയം ഹൈ സെൽ ക്യാൻഡിലാണ് ഇവിടെ ഫോം ചെയ്തത്. മേ ബി നെക്സ്റ്റ് ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് വന്നിട്ട് വീണ്ടും കയറാനാണ് ചാൻസ്.
എന്തായാലും ഇത് 4400 ലെവൽ ബ്രേക്ക് ചെയ്യുമെന്നാണ് ഡെയിലി ചാർട്ട് നോക്കുമ്പോഴും വീക്ക്ലി ചാർട്ട് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഇവിടെ സെൽ സൈഡിലേക്കൊന്നും ഒരു എവിഡൻസും ഇല്ല. സെൽ സൈഡിലേക്ക് ഒരു എവിഡൻസും ഇല്ല. മാർക്ക് ചെയ്ത് തരാൻ പറ്റിയ എവിഡൻസുകളൊന്നും ബിയറിഷ് ക്യാൻഡിലുകളിൽ ഇല്ല. ഓക്കെ, 4 അവർ ബേസ് ചെയ്തിട്ട്. ഇനി നമുക്ക് 1 അവറിലേക്ക് മൂവ് ചെയ്യാം. ബേസ്ഡ് ഓൺ 1 അവർ നോക്കുമ്പോൾ 1 അവറിലെ RSI ഒന്ന് ചെക്ക് ചെയ്യാം. RSI ഓവർസോൾഡ് ഏരിയയിലേക്ക് മൂവ് ചെയ്യുകയാണ്. ഓവർസോൾഡ് ഏരിയ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് പിന്നെ വീണ്ടും റീട്രേസ് ചെയ്ത് മുകളിലോട്ട് തന്നെ കയറും. ഓക്കെ, 1 അവറിലെ സപ്പോർട്ട് ലെവൽ ഈ ഒരു ലെവൽ തന്നെയാണ്, 4300 ലെവലിലാണ് സപ്പോർട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ബുള്ളിഷ് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. ട്രെൻഡ് ലൈനൊക്കെ മേക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഷുവറായിട്ടും ഇവിടുന്ന് ട്രെൻഡ് ലൈൻ മേക്ക് ചെയ്യാൻ പറ്റും 1 അവർ ബേസ് ചെയ്തിട്ട്. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ച് വേണമെങ്കിൽ ഷോർട്ട് പൊസിഷൻസും എടുക്കാൻ പറ്റും. ഇങ്ങനെ ട്രെൻഡ് ലൈൻ മേക്ക് ചെയ്യാം. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആവുന്നതനുസരിച്ച് വേണമെങ്കിൽ ഷോർട്ട് പൊസിഷൻസ് എടുക്കാൻ പറ്റും. ഷോർട്ട് പൊസിഷൻസ് എടുക്കുകയാണെങ്കിൽ 4329 താഴെ എടുക്കാൻ പറ്റും. ടാർഗറ്റ് 4300 ലെവലിലേക്ക് വെക്കാൻ പറ്റും. ഓക്കെ, സോ 1 അവറിൽ ഇതാണുള്ളത്. 30 മിനിറ്റിലേക്ക് മൂവ് ചെയ്യാം. എവിഡൻസുകളാണ് നമ്മൾ തപ്പുന്നത്. എവിഡൻസുകൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കുകയാണ്. യെസ് 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 യെസ്. Okay, in 30 minutes clear buying evidence. Okay, clear buying evidence എന്ന് വെച്ചാൽ RSI ലെവലൊക്കെ നോക്കുമ്പോഴത്തേക്ക് അത് ഓവർസോൾഡ് കണ്ടീഷന് വന്നതിന് ശേഷം റീട്രേസ് ചെയ്യുന്നു, താഴ്ന്നു, വീണ്ടും റീട്രേസ് ചെയ്യാൻ ഉള്ള ചാൻസ് ആണ് കൂടുതലും. ഇവിടെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ മൂവ്മെന്റ് ഉണ്ട്. ഇപ്പോഴും നിൽക്കുന്ന 4341 നിന്നും 4359 ബ്രേക്ക് ചെയ്യാൻ എല്ലാ ചാൻസും ഉണ്ട്. ക്ലിയർ എവിഡൻസ്. ECPC ഒരു ബൈ എടുക്കണമെങ്കിൽ 4349 നിന്ന് എടുക്കാം. ടാർഗറ്റ് 4359 വെക്കാം. ഓൾറെഡി ഷോസ് എ ബൈങ് എവിഡൻസ്. ക്ലിയർ ബൈങ് എവിഡൻസ്. ഓക്കെ, ഇവിടെ സെൽ സൈഡിലേക്കുള്ള റെസ്പെക്ട് ചെയ്യപ്പെടാത്തുള്ള എവിഡൻസുകളൊന്നുമില്ല. ഇത്ര ഏരിയ നോക്കിയിട്ട് എവിടെയും തന്നെ ഇല്ല. ഓക്കെ, ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട്. ഗോൾഡ് ബേസ്ഡ് ഓൺ 30 മിനിറ്റ് നോക്കുമ്പോൾ ക്ലിയർ ബുള്ളിഷ് എവിഡൻസ് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് 4359 ബ്രേക്ക് ചെയ്യും. 4359 മാർക്ക് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് ഈസി ആയിട്ട് ബൈ എടുക്കാൻ പറ്റും. ഈസി ആയിട്ട് ബൈ എടുക്കാൻ 4349 എത്തിക്കഴിഞ്ഞാൽ $10 ടാർഗറ്റ് വെച്ചോ. ECPC ബൈ ആയിരിക്കും. ECPC ബൈ. ഓക്കെ, ക്ലിയർ ആയിട്ട് അത് എവിഡൻസ് ഇട്ടിട്ടുണ്ട് 30 മിനിറ്റ് ബേസ് ചെയ്ത്. 15 മിനിറ്റിലേക്ക് മൂവ് ചെയ്യാം. RSI ലെവലൊക്കെ നോക്കുവാണെങ്കിൽ 30 മിനിറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല മൂവ്മെൻ്റ് ആണ് മുകളിലേക്ക്. അതായത് ഇപ്പോൾ ഓവർസോൾഡ് കണ്ടീഷന് വന്ന് റീട്രേസ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, ഇനി 15 മിനിറ്റിലേക്ക് മൂവ് ചെയ്യാം. ഫിഫ്റ്റീൻ മിനിറ്റ് ബേസ് ചെയ്തിട്ട് എവിഡൻസുകളൊന്നുമില്ല. 30 മിനിറ്റിൽ ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടായിരുന്നു. അതാണ് ഈ മാർക്ക് ചെയ്തിട്ടത്. 30 മിനിറ്റിലാണ്. ഓക്കെ, എവിഡൻസുകളൊന്നുമില്ല. ബട്ട് ഇവിടെയും മൂവ്മെന്റ് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു റേഞ്ചിൽ വരുന്നു. റേഞ്ചിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ, അതായത് ഒരു അപ്പ്, അതിനുശേഷം ഒരു കൺസോൾട്ടേഷന് ശേഷം വീണ്ടും മുകളിലോട്ട് തന്നെ കയറാനാണ് ചാൻസ്. ഓക്കെ,
ബട്ട് ഈ ഒരു ക്യാൻഡിൽ നോക്കുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ 15 മിനിറ്റ് ബേസ് ചെയ്തിട്ട് ഇതിന് ഒരു ലോവർ വിക്ക് ഇല്ല. കണ്ടോ, ഈ ഒരു ക്യാൻഡിലിന് ലോവർ വിക്ക് ഇല്ല. 4309 എന്ന് ഒറ്റ കയറ്റമാണ് കയറിയത്. 15 മിനിറ്റിലെ ഒറ്റ മൂവ്മെന്റ് ആണ് ഈ കാണുന്നത്. 15 മിനിറ്റിലെ ഒറ്റ മൂവ്മെന്റ് എത്ര ഡോളറിന്റെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 309 തൊട്ട് 370 വരെ. ഓക്കെ, $61 ഒറ്റ ക്യാൻഡിലാണ് അത് 15 മിനിറ്റിൽ. ഇത് US സെക്ഷൻ ഓപ്പൺ ആയപ്പോഴുള്ള ഫണ്ടമെന്റൽ മൂവ്മെന്റ് ആണ്. ഇതിന് ലോവർ വിക്ക് ഇല്ലാത്തത് കൊണ്ട് ഗോൾഡ് ഈ ഒരു സെൽ ഏരിയ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് മേ ബി ഇറ്റ് വിൽ ഫോൾ ടു ദിസ് ലെവൽ. ഈ ഒരു ലെവലിലേക്ക് വരാം. 300, 310, 309 ആ ലെവലിലേക്ക് വരാം. അതിനുശേഷം വീണ്ടും കയറാം. ഓക്കെ, അതിനുള്ള ചാൻസ് ഉണ്ട് 15 മിനിറ്റ് ബേസ് ചെയ്തിട്ട്. RSI ലെവൽ 15 മിനിറ്റിൽ നോക്കുമ്പോൾ 15 മിനിറ്റിൽ ഒരു ഷാർപ്പ് അപ്പ്. ഓക്കെ, അതിനുശേഷം ഏരിയ ക്ലിയറിങ് എത്രയാണ് നടക്കുന്നത് റേഞ്ചിൽ നിന്നിട്ട്. ഓക്കെ, 5 മിനിറ്റിലേക്ക് നോക്കാം. 5 മിനിറ്റിലേക്ക് നമുക്ക് നല്ല എവിഡൻസുകൾ വല്ലതും ഉണ്ടോ നോക്കാം. ഫൈവ് മിനിറ്റിൽ ഒരു റീസെന്റ് സെല്ലിംഗ് എവിഡൻസ് ഉണ്ട്. ഇതാണത്. ഇത് മാർക്ക് ചെയ്തിട്ടോ, ഷോർട്ട് പൊസിഷന് ചാൻസ് ആണത്. കളയട്ടെ. മൾട്ടിപ്പിൾ ബിയറിഷ് എവിഡൻസുകൾ 5 മിനിറ്റ് ബേസ് ചെയ്തിട്ട് ക്ലിയർ ആവാൻ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു US സെക്ഷൻ ഓപ്പൺ ആയ സമയത്ത്, അതായത് 15 മിനിറ്റിലെ ഈ ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, ഈ ഒരു ഒറ്റ ക്യാൻഡിലെ മൂവ്മെന്റ് 15 മിനിറ്റ് ബേസ് ചെയ്തിട്ട് ഈ ഒരു ഒറ്റ ക്യാൻഡിലെ മൂവ്മെന്റ് ഒന്നുകൂടി എടുത്തോട്ടെ, വെയിറ്റ് ചെയ്യണേ. സൂം ഔട്ട് ചെയ്യട്ടെ. സൂം ഔട്ട് ചെയ്താലേ പറയാൻ പറ്റും. ഇത് തന്നെ ഈ ഒരു ഒറ്റ ക്യാൻഡിൽ, അതായത് US സെക്ഷനിൽ ഈ ഒരു ഒറ്റ ക്യാൻഡിൽ $61 മൂവ്മെന്റ്. ഇതിന് ലോവർ വിക്കില്ല. ഈ ഒരു ക്യാൻഡിലിന് ലോവർ വിക്കില്ല. മനസ്സിലായോ? അപ്പോൾ ഇത്രയും ഏരിയ ക്ലിയർ സെൽ ഏരിയ കിടപ്പുണ്ട് ഇവിടെ. അതായത് മാർക്കറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് ഇത്രയും ഏരിയ കിടപ്പുണ്ട്. ക്ലിയർ സെൽ ഏരിയ ഏതൊരാൾക്ക് വേണമെങ്കിലും ഇപ്പോൾ ഇവിടെ നിന്നൊരു ഫോളോ വന്നു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. പക്ഷെ മാർക്കറ്റ് അങ്ങനെ ഈസി ആയിട്ടല്ല തരുന്നത്. ഓക്കെ, മാർക്കറ്റ് അതിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. ഇതാണ് ആ 15 മിനിറ്റിലെ ക്യാൻഡിൽ. ഈ ക്യാൻഡിലിന് ലോവർ വിക്ക് ഇല്ല. ദാറ്റ് മീൻസ് ഈ ലോവർ വിക്ക് ഫോം ചെയ്യാനായിട്ടൊരു ക്ലിയറിങ് ഉണ്ടാവും അവിടെ. ഈ ഒരു സെൽ ഏരിയ ക്ലിയറിങ് ഉണ്ടാവും. ഓക്കെ, അതിനുള്ള എവിഡൻസുകൾ 5 മിനിറ്റിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ,
5 മിനിറ്റിൽ അതിനുള്ള എവിഡൻസുകളുണ്ട്. അതാണ് ഈ മൾട്ടിപ്പിൾ എവിഡൻസുകളുണ്ട്. അതാണ് ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. കണ്ട, റീസെൻ്റ് ആയിട്ടുള്ള എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് മാർക്കറ്റ് ക്ലോസ് ആവുന്നതിന് 2 ക്യാൻഡിൽസിന് മുന്നിൽ, മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്ന ക്യാൻഡിൽ എന്താണ് നോക്കിയേ, ഈക്വൽ അപ്പർ വിക്കും ലോവർ വിക്കും ഉള്ള ക്യാൻഡിലാണ്. അവിടെ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാതെയാണ് മാർക്കറ്റ് എൻഡ് ആയിരിക്കുന്നത്. ഓക്കെ, സോ ബട്ട് ഇവിടെ ഒരു ക്ലിയർ സെല്ലിംഗ് എവിഡൻസ് ഇട്ടിട്ടുണ്ട്. ദാറ്റ് മീൻസ് 4339 താഴേക്കൊരു ഫോൾ വരാനുള്ള ചാൻസ് ഉണ്ട്. 4339. ഓക്കെ, 5 മിനിറ്റ് ബേസ് ചെയ്തിട്ട്. സി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ മൂവ്സ് ബിലോ 4433. 4433 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4332. ഓക്കെ, സി ഈ മാർക്കിങ്ങുകളൊക്കെ നോക്കി വെക്കുക. മാർക്കറ്റ് ഇനി ഒരു ബിയറിഷ് മൂവ്മെൻറ്റിലാണ് സ്റ്റാർട്ട് ആവുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഒരു ബിയറിഷ് മൂവ്മെൻറ്റ് ട്രെൻഡ് ഇങ്ങനെ ഇപ്പോൾ ഒരു ബിയറിഷ് ട്രെൻഡിലാണ് 5 മിനിറ്റ് നോക്കുമ്പോൾ. ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ മൂവ്സ് ബിലോ ദിസ് ലെവൽ ആൻഡ് എന്താണ് ആ 15 മിനിറ്റിലെ ഫണ്ടമെൻ്റലി ഒരു അപ്പായ ക്യാൻഡിലുണ്ടല്ലോ, ലോവർ വിക്ക് ഫോം ചെയ്യാതെ 4309 ലെവലിൽ നിന്ന് അവിടേക്ക് വരും. ഓക്കെ, സി അതാണ് നമ്മൾ പറഞ്ഞത് 4309. ഈ 2 ബിയറിഷ് എവിഡൻസും റീസെൻ്റ് ആയിട്ടുള്ള 5 മിനിറ്റിലെ ഈ എവിഡൻസ് നോക്കി വെക്കുക. മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സിനെ ബേസ് ചെയ്തിരിക്കും. മാർക്കറ്റിൽ മോർ ബയേഴ്സ് ആണ് വരുന്നതെങ്കിൽ പ്രൈസ് വിൽ ഫോളോ ചെയ്യും. പ്രൈസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ എവിഡൻസുകളെല്ലാം ക്ലിയർ ആയിട്ട് വെച്ചിട്ട് ഷോർട്ട് പൊസിഷൻ എടുത്തോ, പ്രോഫിറ്റ് മേക്ക് ചെയ്തോ. ഓക്കെ, ഓക്കെ. സോ നമ്മൾ ഗോൾഡിലെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു അനാലിസിസ് ആണ് നോക്കിയത്. ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട്, വീക്ക്ലി ചാർട്ട്, 4 അവർ ചാർട്ട്, 1 അവർ ചാർട്ട്, 30 മിനിറ്റ്, 15 മിനിറ്റ്, 5 മിനിറ്റ്. ഓക്കെ, 5 മിനിറ്റിൽ നമുക്ക് മൾട്ടിപ്പിൾ ബിയറിഷ് എവിഡൻസുകൾ മാർക്ക് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇവിടെ റീസെൻ്റ് ആയിട്ട് ഒരു ബുള്ളിഷ് എവിഡൻസ് എനിക്ക് മാർക്ക് ചെയ്യാനില്ല. ബട്ട് 30 മിനിറ്റിൽ മാത്രമാണ് ഒരു ബുള്ളിഷ് എവിഡൻസ് ഉള്ളത്. അത് നമ്മൾ ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്ത് ഞാൻ പറഞ്ഞായിരുന്നു. ഈ ഒരു ക്യാൻഡിൽ 30 മിനിറ്റിൽ. ഓക്കെ, സോ ഇതാണ് ഗോൾഡിലെ ബേസ്ഡ് ഓൺ ചാർട്ട് അനാലിസിസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. ഇവിടെ എവിടെയെങ്കിലും എവിഡൻസുകൾ റെസ്പെക്ട് ചെയ്യപ്പെടാതെ കിടപ്പുണ്ടോ നോക്കാം. ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുവാണ്. ബുള്ളിഷ് എവിഡൻസ് ഒന്നും തന്നെ റെസ്പെക്ട് ചെയ്യപ്പെടാതെ 5 മിനിറ്റിലില്ല. ഓക്കെ, ബട്ട് ബിയറിഷ് എവിഡൻസുകളുണ്ട്. കണ്ടോ, ഇത് ക്ലിയർ ബിയറിഷ് എവിഡൻസ്. ദിസ് വൺ ഈസ് എ ബിയറിഷ് എവിഡൻസ്. ഓക്കെ, സോ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ബേസ് ചെയ്ത് മാർക്കറ്റ് ബിയറിഷ് മൂവ്മെൻറ്റ് വരുവാണെങ്കിൽ മണ്ടേയിൽ ഷുവറായിട്ടും ടാർഗറ്റ് ചെയ്തു ഈ ലൈനുകൾ മാർക്ക് ചെയ്ത് വെച്ചോ. ഓക്കെ, നമുക്ക് എന്തായാലും മൺഡേ മോർണിംഗിൽ നമ്മൾ ലൈവ് ചെയ്യും. ഹാഫ് അവർ നമ്മൾ ലൈവ് ചെയ്യും. ആ സമയത്ത് ഇത് കണക്ക് മൂവ്മെൻറ്റ് എല്ലാം ഉണ്ടെങ്കിൽ ഞാൻ വരച്ചിടും. കഴിഞ്ഞ ദിവസം ക്ലിയർ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തായിരുന്നല്ലോ ഫോള്, അത് രാവിലെ തന്നെ എടുത്തായിരുന്നു ആ ഫോള്. ഓക്കെ, സോ എനിവേ ഇനി നമുക്ക് നോക്കേണ്ടത് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് നോക്കണം. അതോടൊപ്പം തന്നെ മാർക്കറ്റിൽ നെക്സ്റ്റ് വീക്കിൽ വരുന്ന മേജർ ഫണ്ടമെൻ്റൽസ് നോക്കാം. മേജർ ഫണ്ടമെൻ്റൽസ് 10-ാം തീയതി മൺഡേ മേജർ ഫണ്ടമെൻ്റലുകൾ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ട്യൂസ്ഡേ നോക്കുമ്പോഴത്തേക്ക്
ട്യൂസ്ഡേയിൽ നമുക്ക് പ്രത്യേകിച്ച് മേജർ ഫണ്ടമെന്റൽസ് ഒന്നും തന്നെ ഇല്ല. യു എസ് ടിയിൽ ഗോൾഡ് യു എസ് ടിയിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മേജർ ഫണ്ടമെന്റൽസ് ഒന്നുമില്ല. ബട്ട് അന്ന് ഡേറ്റ റിലീസുകളുണ്ട്. ഓക്കെ, ADP വീക്ക്ലി എംപ്ലോയ്മെന്റ് ചേഞ്ച്, എക്സിസ്റ്റിംഗ് ഹോം സെയിൽ. ബട്ട് വെനസ്ഡേ എന്ന് പറഞ്ഞാൽ മേജർ ഫണ്ടമെന്റൽ ഡേറ്റ റിലീസ് ആവുന്ന ദിവസമാണ്. സോ അന്ന് വളരെ കെയർഫുൾ ആയിരിക്കണം. യു എസ് സെക്ഷനിൽ കോർ CPI ഡേറ്റ റിലീസ് ആവുന്നുണ്ടെന്നോ, CPI ഡേറ്റ റിലീസ് ആവുന്ന ഡേ ആണ്. സോ അതുകൊണ്ട് മാർക്കറ്റ് നല്ല വോളറ്റാലിറ്റി ഉണ്ടാവും ആ ടൈമിൽ. ഓക്കെ, തേഴ്സ്ഡേയിലേക്ക് വരുമ്പോൾ തേഴ്സ്ഡേയിലും മേജർ ഫണ്ടമെന്റൽ ഡേറ്റ റിലീസ് ആവുന്നുണ്ട്. PPI ഡേറ്റ ഉണ്ട്, അൺഎംപ്ലോയ്മെന്റ് ക്ലെയിം വരുന്നുണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ഡേറ്റ ആണ്. സോ ഈ ഒരു എൻ്റയർ വീക്കിൽ ഈ ഒരു ഡേറ്റയുടെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റുകളൊക്കെ വരും. ഫ്രൈഡേ വരുമ്പോഴത്തേക്ക് ഫ്രൈഡേയിൽ കൺസ്യൂമർ സെൻറ്റിമെൻറ്റ്സ് ഡേറ്റ റിലീസ് ഉണ്ട്, അന്നും ഉണ്ട്. ഓക്കെ, സോ മേജർ ഫണ്ടമെന്റൽ ഡേറ്റകൾ റിലീസ് ആവുന്നത് വെനസ്ഡേ, തേഴ്സ്ഡേ ആണ്. ബട്ട് മൺഡേയിൽ അത്ര പ്രശ്നമില്ല. പൊതുവെ മൺഡേ മാർക്കറ്റ് എന്ന് പറഞ്ഞാലും ഒരു ഓർഡിനറി ബസ്സിൽ പോകുന്ന കണക്കായിരിക്കും, ഒരു എഴഞ്ഞിട്ടുള്ള മാർക്കറ്റ് ആയിരിക്കും. ഫ്രൈഡേ മാർക്കറ്റിലാണ് അട്ടിമറികളൊക്കെ നടക്കുന്നത്. ഓക്കെ, എനിവേ നോക്കാം. മാർക്കറ്റ് സെന്റിമെന്റ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് ഗോൾഡ് മാർക്കറ്റ് എൻഡ് ആയപ്പോഴുള്ള സെന്റിമെന്റ്സ്. നോക്കൂ, മാർക്കറ്റ് സെന്റിമെന്റ്സിൽ സെല്ലേഴ്സ് കുറഞ്ഞു, ബയേഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്നു. സെല്ലേഴ്സ് 48-49% കിടന്ന സെല്ലേഴ്സ് 43%ലേക്കായി ബയേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബയേഴ്സിൻ്റെ പെർസെൻറ്റേജ് കൂടുന്നതനുസരിച്ച് പ്രൈസ് വിൽ ഫോൾ അഗൈൻ ആവും. ഓക്കെ, അതല്ല തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ സെല്ലേഴ്സ് വീണ്ടും കൂടുകയാണെങ്കിൽ പ്രൈസ് മുകളിലേക്ക് കയറും. അപ്പോൾ നിലവിലെ സെൻറ്റിമെൻറ്റ്സ് ഇതാണ്. റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് കൂടി നോക്കാം. മാർക്കറ്റിൻ്റെ സിമ്പിൾസ് നമുക്ക് വേണ്ടത് ഗോൾഡ് ആണ്. നോക്കാം. ഗോൾഡിൻ്റെ റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് നോക്കുമ്പോൾ മോർ ബയേഴ്സ് ഇൻ മാർക്കറ്റ് ആണ്. 93.64% ബയേഴ്സ് ആണ്. ദാറ്റ് മീൻസ് പ്രൈസ് വിൽ ഫോൾ അഗൈൻ. ഈ ഒരു സെൻറ്റിമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് മോർ ബയേഴ്സ് ആണ്. 93.64% ബയേഴ്സ്. ഓക്കെ, ഗോൾഡിലെ പോലെ തന്നെയാണ് സിൽവറും മെറ്റൽസ് ഉള്ളി നോക്കാം. ഇതാണ് കണ്ടീഷൻ. ഓക്കെ, സിൽവർ 96% ബയേഴ്സ് ആണ്. ഗോൾഡ് 93.64% ബയേഴ്സ് ആണ്. റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് നോക്കുമ്പോൾ ഇതാണ് റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് ഡേറ്റ, ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഗോൾഡിൻ്റെ റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് ആണ് ഇത്.
കോഡ് ഡാറ്റ നോക്കാം. കോഡ് ഡാറ്റ കിട്ടുമോ നോക്കാം. കോഡ് റിപ്പോർട്ട് ഗോൾഡ് കോഡ് റിപ്പോർട്ട് ഗോൾഡ് ഗോൾഡിന്റെ പുട്ട് ആൻഡ് കോൾ റേഷ്യോ ഒന്ന് നോക്കാം. ഇപ്പോൾ കണ്ട കണ്ടീഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുള്ളി സെന്റിമെന്റ്സിലാണ് ഗോൾഡ്, ബുള്ളി സെന്റിമെന്റ്സിലാണ് ബേസ്ഡ് ഓൺ പുട്ട് ആൻഡ് കോൾ റേഷ്യോ നോക്കുമ്പോൾ. ഫുൾ സ്ക്രീനിൽ നോക്കാം. ഓക്കെ, യെസ് യെസ്. ഹീറ്റ് മാപ്പ് കിട്ടത്തില്ല. ഹീറ്റ് മാപ്പ് കിട്ടുമോ നോക്കാം. കോഡ് ഡാറ്റ ഒന്നുകൂടി നോക്കട്ടെ. ലേറ്റസ്റ്റ് കോഡ് റിപ്പോർട്ട് നോക്കാം. ലേറ്റസ്റ്റ് കോഡ് റിപ്പോർട്ട് പ്രകാരം ഗോൾഡിൽ 88.54% ലോങ് പൊസിഷൻസ് ആണ്. ദാറ്റ് മീൻസ് 88.54% ബയേഴ്സ് ആണ്. ഓക്കെ, മോർ ബയേഴ്സ് ആണ് മാർക്കറ്റിൽ. ഇതാണ് കണ്ടീഷൻ. സിൽവറും ഏകദേശം സിൽവറും മോർ ബയേഴ്സിൽ തന്നെയാണ്. സിൽവർ നമ്മൾ നോക്കിയതാണ്. റീറ്റെയിൽ സെന്റിമെന്റ്സും അങ്ങനെയൊക്കെ തന്നെയാണ്. ഓയിലിന്റെ കണ്ടീഷൻ ഒന്ന് നോക്കട്ടെ. നിൽക്കട്ടെ, നമുക്ക് DXYയുടെ കണ്ടീഷൻ നോക്കണം. കാര്യം ഗോൾഡിന് നല്ല രീതിയിൽ അത് ഡിപ്പെൻഡ് ചെയ്യും. DXYയുടെ സെന്റിമെന്റ് ഇതാണ് 5 മിനിറ്റിലെ ചാർട്ട്. ഇപ്പോഴാരെങ്കിലും അതായത് നമ്മുടെ ലൈവിലേക്ക് ഇപ്പോൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇത് മാർക്ക് ചെയ്ത് വെച്ചോ. 5 മിനിറ്റിലുള്ള ബിയറിഷ് എവിഡൻസുകളാണ്. ഓക്കെ, DXYയുടെ കണ്ടീഷൻ ഒന്ന് നോക്കട്ടെ. DXY എന്താണ്? ഡോളർ ഇൻഡെക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡോളർ ഡെയിലി ഒന്ന് നോക്കാം. ഡോളർ ഡെയിലി നോക്കുമ്പോൾ ഡോളർ ഫോളോ തന്നെയാണ്. ഓക്കെ, ഡോളർ ഫോളോ ചെയ്യുന്നതനുസരിച്ച് ഗോൾഡിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൽ ബുള്ളിഷ് മൂവ്മെന്റ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് നമ്മൾ നോക്കിയപ്പോൾ മാർക്കറ്റ് എൻഡ് ആയപ്പോൾ മാർക്കറ്റിലെ സെന്റിമെന്റ്സ് ഇതാണ്. ഇവിടെ എത്രയാണ്? 56.01% ബയേഴ്സും 43.99% സെല്ലേഴ്സും ആണ്. സോ ദാറ്റ് മീൻസ് മാർക്കറ്റിൽ സെല്ലേഴ്സ് കുറയുകയും ബയേഴ്സ് കൂടുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് അതായത് ഈ ഒരു പെർസെൻറ്റേജ് ഒരു 60-ന് മുകളിലേക്ക് കയറുകയാണെങ്കിൽ ഇനിയും പ്രൈസ് ഫോളോ ചെയ്യും.
പ്രൈസ് ഫോളോ ചെയ്യും, അതായത് ഗോൾഡ് റേറ്റ് ഫോളോ വരും. അതല്ല തിരിച്ച് സെല്ലേഴ്സ് കൂടുകയാണ്, മാർക്കറ്റിൽ സെല്ലേഴ്സിൻ്റെ പെർസെൻറ്റേജ് കൂടുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും കയറും. നമ്മൾ ഈ പ്രൈസ് ബുള്ളിഷ് അപ്പ് ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണ് എത്ര വരെ വന്നതെന്ന് വെച്ചാൽ 48% വരെ വന്നു സെല്ലേഴ്സ്. 48 എത്തിയപ്പോൾ കയറിയ കയറ്റവും നമ്മൾ കണ്ട് മാർക്കറ്റ്. ഓക്കെ, ഈ സെൻറ്റിമെൻറ്റ്സ് ബേസ് ചെയ്തിട്ടും ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ട്രേഡ് സെറ്റപ്പ് ചെയ്യുന്നത്. ഓക്കെ, DXYയുടെ കണ്ടീഷൻ ഇതാണ്. ഓയിലിൻ്റെ കണ്ടീഷൻ കൂടി നോക്കാം. US ഓയിൽ നല്ല ഫോളാണ് വന്നത്. ഓക്കെ, US ഓയിൽ നമുക്കൊരു മന്ത്ലി ചാർട്ട് ഒന്ന് എടുത്ത് നോക്കാം. അതായത് ആ വാർ സിറ്റുവേഷന് ശേഷമുള്ള മൂവ്മെൻറ്റ്. ഇത് എവിടെ നിന്നാണ് ആ അപ്പ് ഉണ്ടായത്? വാർ തുടങ്ങി ഇവിടെ നിന്നാണ് അപ്പ് ഉണ്ടായത്. അതായത് 69 റേറ്റിലായിരുന്നു. ഈ 69 ഇന്ന് ഇത് 120 വരെയാണ് പോയത്. നോക്കട്ടെ, എൻ്റെ ഓർമ്മ എങ്ങനെയാണ്? 120, കറക്റ്റാണ്, 120, 119.59, 120 റേറ്റിലാണ് പോയത്. ഇപ്പോഴും നിൽക്കുന്നത് ഓയിൽ പ്രൈസ് 77 ആണ്. 77 USD-യിലാണ് നിൽക്കുന്നത്. അതിൻ്റെ RSI ലെവൽ നോക്കുമ്പോൾ RSI ഉണ്ടോ? ഓവർ ബ്രോട്ട് കണ്ടീഷനിലെത്തി 120. അതിനുശേഷം ഫോൾ ഒന്ന് റിജക്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ സമാധാനം ആയതുകൊണ്ടാണ്. വീണ്ടും വാർ സിറ്റുവേഷൻ വന്നാൽ വീണ്ടും ഓയിൽ റേറ്റ് കയറും. ഈ ഓയിൽ റേറ്റ് കയറുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് പിന്നെയും ഗോൾഡിൽ മാർക്കറ്റിനെ അത് അഫക്റ്റ് ചെയ്യും. അതാണ് പ്രശ്നം. ഓക്കെ, ശരിക്കും ഒരു വാർ സിറ്റുവേഷനിൽ ഗോൾഡ് റേറ്റ് കൂടുകയാണ് ചെയ്യേണ്ടത്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച അങ്ങനെയാണ്. ഗോൾഡ് ഇനിയും ഭയങ്കരമായിട്ട് കയറിപ്പോകും, ഓൾ ടൈം ഹൈയിൽ നിന്ന് ഇനിയും മുകളിലോട്ട് കയറുന്നതാണ്. ബട്ട് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിൽ റേറ്റ് ആണ്. ഓയിൽ വാങ്ങിക്കൂട്ടാൻ വേണ്ടിയിട്ട് രാജ്യങ്ങൾ ഗോൾഡ് വിറ്റും മാറ്റുമായിരുന്നു. ഓക്കെ, എനിവേ നമുക്ക് ഇപ്പോഴും ലൈവുള്ള BTCയുടെ കണ്ടീഷൻ ഒന്ന് നോക്കാം. BTC നിലവിൽ എന്തെങ്കിലും മാർക്കിംഗ് ഉണ്ടെങ്കിൽ ഇടാം. BTC 4 hour നോക്കാം, അതായിരിക്കും നല്ലത്. 4 hour ഇതിൽ എവിഡൻസുകളുണ്ടെങ്കിൽ മാർക്ക് ചെയ്യാം, അത്രേ ഉള്ളൂ. BTC ഒക്കെ ഇഴഞ്ഞായിരിക്കും ഇന്ന് മൂവ് ചെയ്യുന്നത്. BTC ഇന്നത്തെ ദിവസം ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ്. ഓക്കെ, ഈ പ്രീവിയസ് ക്യാൻഡിൽ ബേസ് ചെയ്തിട്ട് ഈസി ആയിട്ട് ബൈ എടുക്കാമായിരുന്നു. ഈ ഒരു 4 hourലെ പ്രീവിയസ് ക്യാൻഡിൽ ബേസ് ചെയ്തിട്ട് ഇപ്പോഴിതൊരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ്. ഈ ബുള്ളിഷ് മൂവ്മെൻറ്റ് ഇങ്ങനെ കണ്ടിന്യൂ ആണെങ്കിൽ ഇപ്പം റീസെൻ്റ് ആയിട്ട് ഇതിൻ്റെ മൂവ്മെൻറ്റ് പറയാൻ പറ്റുന്നത് 65.047 ലെവല് 4 hour ബേസ് ചെയ്ത് ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കാം. അതിനകത്ത് എവിഡൻസ് ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ്. നമുക്ക് നേരെ 1 hour ഒന്ന് നോക്കാം. 1 hour ഉണ്ടോ? പ്രീവിയസ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ നോ സപ്ലൈ ക്യാൻഡിലാണ്. ദാറ്റ് മീൻസ് അടുത്ത ക്യാൻഡിൽ എന്തായിരിക്കും? ബുള്ളിഷ് ആയിരിക്കും. ഈസി ആയിട്ട് അങ്ങ് ബൈ എടുക്കാം. മിനിറ്റിൽ 30 മിനിറ്റ് ബേസ് ചെയ്തിട്ട് എവിഡൻസ് ഇല്ല. 15 മിനിറ്റ് നോക്കാം. ഓക്കെ, 15 മിനിറ്റ് ക്യാൻഡിൽ എൻ്റെ അവനായിട്ട് ഇനി 8 minute 27 സെക്കൻഡ്. RSI ലെവൽ നോക്കുമ്പോൾ ബൈ ഏരിയയിലേക്കാണ് മൂവ്മെൻറ്റ്. ഈ മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ 65.026. 65.026. ഓക്കെ, 5 മിനിറ്റിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം എവിഡൻസ്. ഇനി 15 മിനിറ്റിൽ പ്രീവിയസ് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ.
BTCയുടെ ഫാള് ഭയങ്കരമായിരുന്നല്ലേ, 1 lakhന് മേളിൽ 1,20,000 ഒക്കെ പോയ സാധനമായിരുന്നു. ഇപ്പം 5 മിനിറ്റ് ബേസ് ചെയ്തിട്ട് ഒരു എവിഡൻസ് തരാം. 5 മിനിറ്റ് ബേസ് ചെയ്തിട്ട് ഞാൻ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതിന് അല്ല വരയ്ക്കുന്നതിന് മുമ്പ് കയറി പോകുമെന്ന് എനിക്കറിയില്ല. 65,019 മുകളിലോട്ട് കയറും. 65,019 പ്രീവിയസ് ക്യാൻഡിൽ ഒരു ഇൻവെർട്ടർ ഹാമർ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള സെറ്റപ്പാണ്. കണ്ട കയറിയതുണ്ട, നമ്മൾ വരച്ചിട്ടടുത്തേക്ക് എത്തിയുണ്ടോ, ഈസി ആയിട്ട് ബൈ എടുക്കാമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സെറ്റപ്പ് അങ്ങനെയാണ്. അത് ഇൻവെർട്ടർ ഹാമർ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ഈസിയാണ്. പ്രീവിയസ് ക്യാൻഡിൽ ഇൻവെർട്ടർ ഹാമർ ആണെങ്കിൽ കാണിക്കാം. ഇതിപ്പോൾ 5 മിനിറ്റ് ബേസ് ചെയ്ത് അല്ല, വലിയ ടൈം ഫ്രെയിമിൽ കിട്ടുവാണെങ്കിൽ നല്ല പ്രോഫിറ്റ് അടിക്കാൻ പറ്റും. ഇതുണ്ട്, ഇങ്ങനെ സെറ്റ് ചെയ്താൽ മതി. അതിൻ്റെ അതായത് പ്രീവിയസ് ഇൻവെർട്ടർ ഹാമറിൻ്റെ ലോവർ വിക്കി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, SL സെറ്റ് ചെയ്യുക. സോ നമ്മൾ വരച്ചിട്ട മാർക്കിങ് എങ്ങനെയുണ്ട്, പക്ക മൂവ്മെൻ്റ് ആണ്. ഇത് ഇങ്ങനെ ഇങ്ങോട്ട് തന്നെയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്, ഈ ഇവിടോട്ടാണ്. ഓക്കെ, ECBC ബൈ ആണ്. നമ്മൾ നേരത്തെ ലൈവ് ചെയ്ത് ഇതണക്ക് മാർക്ക് ചെയ്ത് ചെയ്യണം, കാര്യം നമുക്ക് കൺസിസ്റ്റൻറ്റ് വ്യൂവേഴ്സ് ഇല്ല. അപ്പം കേട്ടോ, വരച്ചത് കഴിഞ്ഞ് കയറിയ കയറ്റം എങ്ങനെയുണ്ട്, ECBC ബൈ ആയിരുന്നു. കണ്ട, ദിസ് ഈസ് മൈ സെറ്റപ്പ്. കണ്ട എങ്ങനെയുണ്ട്, ഇത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്, 4 hour നിന്ന് കിട്ടി. അതിനെ ബേസ് ചെയ്താണ് ഞാൻ വരച്ചത്. ഈ മൂവ്മെന്റ് ഇനിയും വരയ്ക്കുകയാണെങ്കിൽ 4 hour ബേസ് ചെയ്ത് BTC കയറി എങ്ങനെയുണ്ട്, ഇത് 65,300 ലെവലിലോട്ടൊക്കെ പോകും. ഇത് 4 hour ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ 5 മിനിറ്റിൽ മാർക്ക് ചെയ്ത് തന്ന കണ്ട, 5 മിനിറ്റിലെ ഒറ്റ ക്യാൻഡിലെ കയറ്റം കണ്ട. 5 മിനിറ്റ് ഞാൻ എന്തിനെ ബേസ് ചെയ്തിട്ടാന്ന് വെച്ചാൽ എനിക്ക് പ്രീവിയസ് ഇൻവെർട്ടർ ഹാമർ അതിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ സെറ്റപ്പ് പറഞ്ഞത്. ഈസി ആയിരുന്നു, ഈസി ബൈ കഴിഞ്ഞത്. ഇനി ചാടി ബൈ എടുക്കല്ലേ, പ്രശ്നമുണ്ട്. കാര്യം ഇതുണ്ടോ, RSI ഓവർ ബ്രോഡ് കണ്ടീഷനാണ്. സോ ഇനിയൊന്ന് റിജക്റ്റ് ചെയ്തിട്ട് പിന്നെയും കയറും. അങ്ങനെയാണ്. ഈസി ബൈ ആയിരുന്നു, നല്ല പ്രോഫിറ്റ് മേക്കായിരുന്നു. നമ്മുടെ സെറ്റപ്പ് ഇഷ്ടപ്പെട്ടാലും നമ്മളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും നോക്കണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ നോക്കാം. എനി അതർ പെയർ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ക്രിപ്റ്റോ എനിത്തിങ് നോക്കാം. ഓക്കെ, കമൻറ്റ് ചെയ്തോ, എന്താണെങ്കിലും നോക്കാം. അല്ലെങ്കിൽ നമ്മൾ ലൈവ് ക്ലോസ്, നമ്മൾ ഗോൾഡിൽ ഒരു വീക്കിലി അനാലിസിസിന് വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്തതാണ്. അപ്പോൾ ലൈവ് BTCയിൽ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇത് ഓക്കെ, ഈസി ആയിട്ടുള്ളൊരു ബൈ ആണ് തന്നത്. ഇനി ബൈ എടുക്കലെന്ന് ഞാൻ ചെയ്തു. കാര്യം എന്താ, RSI ഓവർ ബ്രോഡ് കണ്ടീഷനാണ്, എന്തായാലും അത് റിജക്റ്റ് ചെയ്യും. കണ്ടോ, വേണം അവിടെ നിന്ന് ഒരു സെല്ല് എടുക്കാം. ബട്ട് ആ സെല്ലെന്ന് പറയുന്നത് സ്കാൽപ്പിംഗ് മാത്രമാണ്. പെട്ടെന്ന് എടുത്ത് അങ്ങ് കിട്ടുന്നത് ഇന്ന് അടിച്ചങ്ങ് ഇറങ്ങാന്നുള്ളതേ ഉള്ളൂ. ടാർജറ്റ് ഇടാൻ പറ്റത്തില്ല. കാര്യം ടാർജറ്റ് ഇടാൻ നമ്മൾക്ക് എവിഡൻസുകളൊന്നുമില്ല എവിടെ വരെ മൂവ്മെന്റ് എന്ന് ഉള്ള. ഇവിടെ ഒരു പ്രീവിയസ് സെല്ലിംഗ് എവിഡൻസ് ഇട്ടിരുന്നെങ്കിൽ വേണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യും, തിരിച്ചു മാർക്ക് ചെയ്യും. പക്ഷെ അങ്ങനെ ഒരു എവിഡൻസ് ഇല്ല. ഓക്കെ, ഇതൊരു എന്താണ്, റിജക്ഷൻ മാത്രമാണ് അവിടെ നിന്നുള്ള. ആ റിജക്ഷന് ശേഷം പിന്നെയും കയറും. അതുകൊണ്ടാണ് സ്കാൽപ്പ് അടിച്ചിറങ്ങുക, അത്രേ ഉള്ളൂ. ഓക്കെ, എനിവേ നമ്മൾ ഗോൾഡ് വീക്കിലി അനാലിസിസ് സെറ്റപ്പ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. കുറച്ച് വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വ്യൂവർ സെക്ഷനിലൊക്കെ നമുക്ക് ലൈവ് ചെയ്യാം. നമ്മൾ നേരത്തെയൊക്കെ ചെയ്തിട്ടുള്ളത് ഹൈ ഫണ്ടമെന്റൽസ് ഉള്ള സമയങ്ങളിൽ നമ്മൾ ലൈവ് ചെയ്തിട്ടുണ്ട്. NFT ട്രേഡുകൾ നമ്മൾ എടുക്കാറുണ്ടായിരുന്നു.
ഓക്കെ. FOMCയുടെ ടൈമിൽ നമ്മൾ ട്രേഡ് എടുക്കാറുണ്ടായിരുന്നു. FOMCയുടെ അന്നൊക്കെ കുറേ വ്യൂവേഴ്സൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് നാൾ നമ്മൾ ലൈവ് ചെയ്തില്ല, വേറെ തിരക്കുകൾ വരുമ്പോൾ അങ്ങനെ അങ്ങ് പോകും. ഇപ്പം നമ്മൾ റെഗുലറായിട്ട് മോർണിംഗിൽ നിഫ്റ്റിയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും. ആഴ്ചയിൽ മൺഡേ ടു ഫ്രൈഡേ എല്ലാ ദിവസവും 8 മണിക്ക് മോർണിംഗിൽ 8 AM നമ്മൾ നിഫ്റ്റിയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി. നിഫ്റ്റിയിൽ അനാലിസിസ് ചെയ്യുമ്പോൾ ഇൻട്രാഡേക്ക് ബെസ്റ്റ് സ്റ്റോക്കുകൾ നമ്മൾ പ്രിഫർ ചെയ്യാറുണ്ട് അന്നത്തെ ദിവസം, ഇൻട്രാഡേ ചെയ്യാൻ പറ്റിയ. ഓക്കെ. സോ ഓക്കെ, നമ്മൾ ഈ ലൈവ് എൻഡ് ചെയ്യാം. എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 3 to 4 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിനുള്ളിൽ എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ അതിന് മറുപടി തരാം. എനി അതർ പെയർ, കറൻസി പെയറോ എന്ത് വേണമെങ്കിലും നോക്കാം. ഓക്കെ. സ്ക്രീൻ എന്തോ ഒരു ചെറിയ ഇതുണ്ടല്ലോ. PTC 4 hour ബേസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈസി ആയിട്ടുള്ള ബൈ ആയിരുന്നു. മൂവ്മെന്റ് ആണ്, കണ്ടിന്യൂ ചെയ്യണം. വീണ്ടും ഇൻവെർട്ടർ ഹാമർ ആണ് ഫോം ചെയ്തേക്കുന്നത്. ഈ ക്യാൻഡിൽ എങ്ങനെ ഉണ്ടാവും നോക്കണം. അടുത്ത സെറ്റപ്പ് വീണ്ടും ഇവിടുന്ന് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ തന്നെ എൻഡ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അടുത്ത സെറ്റപ്പ് ഇടുന്നു, അടുത്ത ഈസി ബൈ ഇങ്ങോട്ട് കണ്ടോ, അടുത്ത സെറ്റപ്പ്. പക്ഷെ അത് അങ്ങനെ ആ ക്യാൻഡിൽ എങ്ങനെ ഉണ്ടാവുന്നു ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ECPC ബൈ എവിടെ വരെന്ന് വെച്ചാൽ 65,156.
ടി സിയുടെ പ്രശ്നം ബി ടി സി ഇപ്പം ഭയങ്കര സ്പ്രെഡ് ഭയങ്കര കൂടുതലാണ്. ബി ടി സിയിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ പോയാൽ ബി ടി സിയുടെ സ്പ്രെഡ് നല്ല കൂടുതലുണ്ട്. ഓക്കെ, ഇങ്ങോട്ട് തന്നെ മൂവ്മെൻറ്റ് 65 1756. സ്ക്രീൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ലൈവ് എൻഡ് ചെയ്യാനാണ് നോക്കുന്നത്. ഓക്കെ, നമ്മുടെ സ്ക്രീൻ ഒന്ന് സെറ്റ് ചെയ്തതാണ്. നേരത്തെ നമ്മൾ ലൈവിനിടയ്ക്ക് ആ സ്ക്രീനിൽ ചെറിയ ചേഞ്ച് വന്നായിരുന്നു. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക്
ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ചോദിക്കേണ്ട ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ ലൈവ് എൻഡ് ചെയ്യാനാണ്. സോ എനിത്തിങ് റിലേറ്റഡ് ടു മൈ അനാലിസിസ് യു ക്യാൻ ആസ്ക്. ഓക്കെ, ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടി ചെയ്യണമെന്ന് തോന്നുന്നു. അവിടെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ചെയ്യാം. പ്രൈസ് എന്തായാലും കാണണം. പ്രൈസ് കണ്ടിട്ട് ഇതൊന്ന് ഓക്കെ. ഓക്കെ, സെറ്റപ്പ് ഓക്കെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഓക്കെ. സോ എനിവേ നമ്മൾ ഈ ലൈവ് സെഷൻ എൻഡ് ചെയ്യുകയാണ്. സോ വേറെ ആർക്കും ഒന്നും ചോദിക്കാനില്ല. ഗോൾഡിൽ ഒരു അനാലിസിസ് നമ്മൾ ചെയ്തു, പിന്നെ ലൈവിൽ BTCയിൽ ഒരു മാർക്കിങ് ചെയ്ത് തന്നു, അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തു. സോ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ നെക്സ്റ്റ് ലൈവിൽ ഒപ്പം കൂടിക്കോ.